എല്ലാവർക്കും ഗണിത് ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മളിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. കാര്യം നിങ്ങൾക്കിപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ബേസിക് മാത്സ് ആണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബേസിക് മാത്സ് എന്ന് വെച്ചാൽ ഏറ്റവും താഴെ മുതലുള്ള തുടക്കം മുതലുള്ള ബേസിക് മാത്സ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പോർഷൻ വരെ നമ്മളൊരു +2 വരെയുള്ള പോർഷൻ വരെയൊക്കെ നമ്മളത് ചെയ്യുന്നുണ്ട് ബേസിക് മാത്സ്. അപ്പം നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ഡിവിഷൻ എന്ന് പറയുന്ന സാധനമാണ്. ഡിവിഷൻ നമ്മൾ പലരും കണ്ടു കാണും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 3252നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സാധാരണ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? 3252 ഡിവൈഡഡ് ബൈ ഇങ്ങനെ കാണിച്ച് 6. നമുക്ക് ഒരുപാട് സമയം, ഇത്തിരി വലിയ ക്വസ്റ്റനൊക്കെ ആണെങ്കിൽ നിങ്ങൾ എഴുതി താഴത്തോട്ട് ഒരുപാട് പോകേണ്ടി വരും. നമുക്ക് അങ്ങനെ അല്ലാണ്ട് ഇത് തന്നെ നമുക്കിങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന പലർക്കും അറിയാം. 3252 ബൈ 6 എന്ന് കാണിച്ചിട്ട് ഉണ്ടോ, നമ്മളിങ്ങനെ വെട്ടും. 6 വെട്ടും. 6 പട്ടി വെച്ച് 32 എത്ര ദിവസമുണ്ട്? 5 തവണ 6 30 ശിഷ്ടം 2 25 എത്രയുണ്ട്? 4 തവണ ശിഷ്ടം 1 12 എത്ര ദിവസമുണ്ട്? 2 തവണ. ഇങ്ങനെ കാണിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ശിഷ്ടമൊക്കെ എഴുതി എല്ലാം കറക്റ്റ് മുമ്പ് ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന മെത്തേഡിൻ്റെ ഒരു പകുതി സമയം പോലും, ഇങ്ങനെ ചെയ്യുന്ന മെത്തേഡിൻ്റെ പകുതി സമയം പോലും ഇവിടെ നമ്മൾ എടുക്കത്തില്ല. കുറച്ചുകൂടെ സ്പീഡായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്പീഡാണ്, മനക്കണക്കായിട്ട് വരെ നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡിലേക്ക് നമുക്ക് മാറാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന മെത്തേഡിൻ്റെ നിയമങ്ങൾ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ കുറേ നമ്മൾ സ്പീഡാക്കാൻ വേണ്ടി ചെയ്യുന്നു. ഇത് സ്കൂൾ കുട്ടികൾക്കും അല്ലാതെ നമ്മൾ PSC പഠിക്കുന്ന കുട്ടികൾക്കും കോമ്പറ്റേറ്റീവ് മാത്സ് പഠിക്കുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് പോകണം. നമ്മളിപ്പോൾ ആദ്യം 2 പാർട്ടായിട്ടാണ് വീഡിയോ ഇടുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മളിതിൻ്റെ ബേസിക് കോൺസെപ്റ്റുകളും നമ്മൾ 2 പിന്നെ 3 5 7 പോലുള്ള സംഖ്യകൾ കൊണ്ട് സാധാരണ ഒന്ന് ഡിവിഷൻ ചെയ്ത് കാണിച്ചു തരും. അതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അതിൻ്റെ സെക്കൻഡ് സെക്ഷനിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ PSC എക്സാമിനും നമ്മുടെ സ്കൂൾ കുട്ടികൾക്കും വന്നിരിക്കുന്ന എക്സാമിനൊക്കെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വലിയ സംഖ്യകളെ കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യും. ചിലപ്പോൾ ഡിവൈഡഡ് ബൈ വരുന്നത് ഇപ്പോൾ 6 കിടക്കുന്നതിന് വരെ അവിടെ വരുന്നത് 24 എന്നായിരിക്കും, ചിലപ്പോൾ 35 എന്നായിരിക്കാം. അങ്ങനെയുള്ള സംഖ്യകളൊക്കെ കൊണ്ടൊക്കെ, വലിയ സംഖ്യകളൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. 3 അക്കമൊക്കെ വരുന്നുണ്ട്, അതെല്ലാം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ ആദ്യം നമ്മളതിൻ്റെ ബേസിക് കാണിച്ചു തരുന്നു, പിന്നീട് നമ്മളതിൻ്റെ വലിയ സെക്ഷനോട് പോകുന്നു. അപ്പം നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബുക്ക് എടുത്ത് വെച്ചുകൊണ്ട് വേണം, പേനായും പേപ്പറും ഒക്കെ എടുത്ത് വെച്ച് എഴുതി പഠിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ കേട്ടുപോയാൽ രക്ഷയില്ല. അത് എഴുതി പഠിക്കണം. അതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങൾ ആൻസർ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തും കാണിച്ചു തരാം. ഓക്കെ. ഫസ്റ്റ് ചോദ്യം 2 4 6 8 10 12 ഡിവൈഡഡ് ബൈ 2. ഇപ്പോൾ ഇയാളെങ്ങനെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ സംഖ്യകൾ പറയുന്നത്, വലിയ സംഖ്യകൾ ഡിവൈഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമിന് വരുന്ന 4 5 3 ഒക്കെയാണുള്ളത്. അത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അപ്പം എല്ലാ നിയമങ്ങളൊന്നും മനസ്സിലാക്കി തരാനും പറ്റും. അതിനാണ് വലിയ ചോദ്യം ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നു. ആദ്യം നമ്മുടെ ചോദ്യം എഴുതുന്നു 2 4 6 8 10 12 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഞാനിങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിന് കോളം വരച്ചല്ല നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ കോളം വരയ്ക്കുന്നതിന് വരെ ഇങ്ങനെ വെട്ടിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2 വരെ ആൻസർ തന്നെയാണ്. അപ്പോൾ ഇവിടെ 2 ആണ് ഡിനോമിനേറ്റർ. അപ്പോൾ 2 വെട്ടി എന്ന് വെച്ചാൽ 2ൻ്റെ ടേബിളിൽ വേണം വെട്ടാൻ. ഒന്ന് പറഞ്ഞേക്കേ, ആദ്യത്തെ ആൾ 2ൽ 2 എത്ര പ്രാവശ്യമുണ്ട്? 1 തവണ. 1 2 2 അല്ലേ? അപ്പം 1 കാണിക്കണം. അവിടെ മിച്ചമൊന്നുമില്ല. മിച്ചമൊന്നുമില്ലെന്ന് എങ്ങനെ മനസ്സിലാവുന്ന? 1 2 2, ആ 2 ആണ് അവിടെ കിടക്കുന്നത്. കണ്ടോ? 1 2 2 എന്ന് പറയുമ്പോൾ 2 അവിടെ വന്നു. ഇപ്പോൾ ഇവിടെ 3 എന്നാണ് കിടന്നതെങ്കിൽ 1 മിച്ചമുണ്ട് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണ് മിച്ചമുണ്ടെന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ മിച്ചമൊന്നുമില്ല. ഇനി അടുത്തെങ്ങനെയാണ്? അടുത്തെങ്ങനെ പറയാം? അടുത്ത ആരെയാണ് വെട്ടേണ്ടത്? 4നെ വെട്ടണം. 4ൽ എത്ര പ്രാവശ്യമുണ്ട്? 2. 2 2കൾ ചേരുമ്പോഴാണ് 4 ആവുന്നത്. അപ്പം 4 വെട്ടിയിട്ട് പകരം 2 കാണിക്കണം. 6നെ വെട്ടണം.
ആറിൽ എത്ര പ്രാവശ്യം ഉണ്ട്? 2. 3 പ്രാവശ്യം 2. 3 2 6. 6ൽ 3 തവണയുണ്ട് 2. 3 2 6 എന്നാണ്. 3 2s are 6. അടുത്ത 8ൽ എത്രയാണ്? 4 2s are 8. 4 തവണയുണ്ട് അല്ലേ? 4 തവണ 2 ചേരുമ്പോഴാണ് 8 ആകുന്നത്. അപ്പോൾ 8 വെട്ടിയിട്ട് മിച്ചം എത്ര കാണിക്കണം? 4 എന്ന് കാണിക്കണം. അടുത്തതാണ് കുഴപ്പം. അടുത്തത് 10 എന്ന് എടുക്കണം തോന്നിയോ ആർക്കെങ്കിലും? 10 എന്ന് എടുത്ത് വെട്ടാൻ തോന്നി ഇങ്ങനെ? അല്ല, തെറ്റാണ്. നമുക്ക് ഡിവിഷൻ്റെ നിയമം അനുസരിച്ച് ആദ്യം തുടങ്ങുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നമ്മുടെ തുടങ്ങുന്ന സമയത്ത് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ആദ്യം ഒരക്കമോ 2 അക്കമോ 3 അക്കമോ എത്ര തുടങ്ങുന്ന സമയത്ത് എത്ര അക്കം വേണേലും ഒരുമിച്ചെടുക്കാം. മനസ്സിലാകുന്നുണ്ടല്ലോ നിയമം? തുടങ്ങുന്ന സമയത്ത് എത്ര അക്കം വേണേലും ഒരുമിച്ചെടുക്കാം. പക്ഷെ അത് കഴിഞ്ഞാലോ പിന്നീട് ഒറ്റ അക്കം എടുക്കാവൂ. അപ്പം 10 എടുക്കാൻ പറ്റില്ല. എത്ര എടുക്കാൻ പറ്റും? 1 എടുക്കാൻ പറ്റുള്ളൂ. 1ൽ 2 പറ്റുമോ? ഇല്ല. എങ്ങനെ പറ്റത്തില്ല എന്ന് മനസ്സിലാവുന്നത്? ഇവിടെ 2 എന്ന് പറയുന്ന സംഖ്യയാണ് കിടക്കുന്നത്. ആ 2നേക്കാൾ ചെറുതാണ് 1. നമ്മൾ പട്ടിക ചൊല്ലാൻ എടുക്കുന്നത് ഇപ്പം 5 എടുക്കുന്നത്. 5ൻ്റെ പട്ടിക 5 5. അപ്പോൾ തുടങ്ങുന്ന 5. അപ്പോൾ 5നേക്കാൾ കുറവാണ് സംഖ്യ അവിടെ കിടക്കുന്നെങ്കിൽ നമ്മൾ പറയും പറ്റത്തില്ല, അടങ്ങില്ല എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ ഇവിടെയും 2 പട്ടിക. 2നേക്കാൾ ചെറുതായി 1 ഇവിടെ കിടക്കുന്നത്. അപ്പോൾ പറ്റില്ലെന്ന് മനസ്സിലായി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു 0 കാണിക്കണം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ പറ്റാത്ത 1ഉം തൊട്ടടുത്ത ആളെയും കൂടെ ചേർക്കണം. എന്ന് വെച്ചാൽ 1ഉം ആ 0 കൂടെ കണ്ട ഞാൻ എടുത്ത 1നെയും 0 കൂടെ ഒരുമിച്ച് എടുത്തത് ഉണ്ടല്ലോ. അപ്പം പറ്റത്തില്ല എന്ന് കാണിച്ച് 0 കാണിക്കണം. അടുത്ത പരിപാടി എന്താണ്? ആ പറ്റാത്ത ആളെയും തൊട്ടടുത്തുള്ള ആളെയും കൂടെ ചേർത്തെടുക്കണം. മനസ്സിലായോ? 10ൽ എത്ര പ്രാവശ്യമുണ്ട്? 5 തവണ. I 2 10 അവിടെ മിച്ചമൊന്നുമില്ല. കാരണം I 2 10 അവിടെ കിടക്കുന്നതും 10 തന്നെയാണ്. അതുകൊണ്ട് മിച്ചമൊന്നുമില്ല. ഇനി വീണ്ടും ആരെ എടുക്കണം? അടുത്ത അക്കം എടുക്കണം. വീണ്ടും 12 എടുക്കാൻ പാടില്ല. ഒറ്റക്കം എടുക്കാനുള്ള 1 എടുക്കണം. വീണ്ടും 1ൽ അടങ്ങുമോ? ഇപ്പം നമ്മൾ പറഞ്ഞു പറ്റത്തില്ല, 0 ഇട്ട് കൊടുക്കണം. അടുത്ത എന്ത് ചെയ്യണം? അടങ്ങാത്ത 1ഉം അടുത്ത തൊട്ടടുത്ത ആളും കൂടെ ചേർത്തെടുക്കണം. 12 എടുക്കണം. 12ൽ എത്ര തവണ? 6 തവണ. അപ്പോൾ നമ്മുടെ ആൻസർ എത്തി. ഉണ്ടാവും 1 2 3 4 0 5 0 6 എന്ന ആൻസർ. അപ്പോൾ ഇവിടെ 2 നിയമം പഠിച്ചു. വെട്ടാൻ തുടങ്ങുമ്പോൾ ആദ്യം ഒരക്കമോ 2 അക്കമോ എത്രയാണോ നമുക്ക് വേണ്ടത് ഒരുമിച്ചെടുക്കാം. ആദ്യം തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് തുടങ്ങുമ്പോൾ. പിന്നെ അങ്ങോട്ട് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? 1ൽ കൂടുതൽ അക്കങ്ങൾ ഒരുമിച്ചെടുക്കാൻ പാടില്ല. ഓരോ അക്കങ്ങൾ എടുക്കാവൂ. അടങ്ങത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ 0 ഇട്ട് കൊടുക്കണം. എന്നിട്ട് അടുത്ത ആളെ ചേർത്തെടുത്ത് വേണം ചെയ്യാൻ. ഇത്രയും കാര്യങ്ങളായിരിക്കണം ഈ ഫസ്റ്റ് സെക്ഷൻ മുതൽ കിട്ടേണ്ടത്. നിയമങ്ങളാണ് കൂടുതലും പഠിച്ചെടുക്കേണ്ടത്. ഓക്കെ. അടുത്ത ചോദ്യം 1 6 4 5 2 1 7 8 ഡിവൈഡഡ് ബൈ 2. ഞാൻ ആ സംഖ്യ എഴുതിയിടുന്നു. 1 6 4 5 2 1 7 8 ഡിവൈഡഡ് ബൈ 2. ആദ്യം നമ്മൾ എടുക്കേണ്ടത് ആരെയാണ്? 1 അല്ലേ? 2ൻ്റെ പട്ടിക നമ്മൾ വെട്ടുന്നു. 2ൻ്റെ പട്ടികയാണ് ഉപയോഗിക്കുന്നത്. 1 2 2 എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ 5 5 എന്ന് എണ്ണുമ്പോൾ 5നേക്കാൾ കുറവാണ് അവിടെ വന്നിരിക്കുന്നതെങ്കിൽ നമുക്കവിടെ അടങ്ങത്തില്ലെന്ന് വേണം പറയാൻ. ഇവിടെ 1 ആദ്യം എടുക്കുന്നത്. 1ൽ അടങ്ങത്തില്ല. ഇവിടെ നമ്മൾ 0 ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളെന്താ പഠിച്ചത്? ആദ്യം നമുക്ക് ഒരക്കമോ 2 അക്കമോ 3 അക്കമോ എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ എടുക്കണ്ട. 0 ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? അടുത്തൊരാളെ കൂടെ ചേർത്തെടുത്താൽ മതി. 6 എടുക്കണമെന്നല്ല പഠിക്കേണ്ടത്. 2 ആളെയും കൂടെ ചേർത്തെടുക്കണം. 16. 16ൽ എത്ര പ്രാവശ്യമുണ്ട്? 8 2 16 എന്നാണ്. 8 2s are 16. അപ്പോൾ 8 തവണ ഉണ്ടോ? 8 തവണ 2 ചേരുമ്പോഴാണ് 16 ആകുന്നത്. മിച്ചമൊന്നുമില്ലെന്ന് എങ്ങനെ മനസ്സിലാവുക? എനിക്ക് മനസ്സിലാവുക. അവിടെ ഇപ്പം 16 എന്ന് കിടപ്പുണ്ട്. നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ എത്ര തന്നെ വരുന്നുണ്ട്? 16 തന്നെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ മിച്ചമൊന്നുമില്ല. ആ 16 തന്നെ പോയി. മിച്ചം കുറക്കുമ്പോൾ 0 അല്ലേ ഉള്ളൊന്നുമില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അടുത്ത 4 എടുക്കാം നമുക്ക്. 4ൽ എത്ര പ്രാവശ്യമുണ്ട്? 2 തവണ. അവിടെ മിച്ചമൊന്നുമില്ല. 5ൽ എത്ര പ്രാവശ്യമുണ്ട്? 2. 1 2 2 2 4 3 2 6. 6 അവിടെ ഇല്ലല്ലോ. അപ്പം അതിന് തൊട്ട് താഴെയുള്ള 2 4. അപ്പം 2 തവണയെ പറ്റുള്ളൂ. പക്ഷേ 2 എത്രയാണ്? അവിടെ 5 കിടപ്പുണ്ട് അല്ലേ? 5 അവിടെ കിടപ്പുണ്ട്. നമ്മൾ 2 2s are 4 എന്നുള്ളത് മാത്രമേ വന്നിട്ടുള്ളൂ. കണ്ടോ? അപ്പം അവിടെ എത്ര? 5 അവിടെ ഉണ്ട്. കൗണ്ട് ചെയ്തപ്പോൾ 4 വന്നുള്ളൂ. മിച്ചം എത്രയുണ്ട്? അങ്ങനെയാണ് മിച്ചം ഉണ്ടെന്ന് പറയുന്നത്.
ആ മിച്ചമുള്ള ഒന്ന് നമ്മൾ അപ്പുറത്ത് കാണിക്കണം. കണ്ടോ, ഒന്നെന്ന് കാണിച്ചുകൊണ്ടോ? കാര്യം അവിടെ കിടക്കുന്ന ഒരു 2 അതിൻ്റെ ഇപ്പുറത്തൊരു ഒന്നുകൂടെ വരുമ്പോൾ 12 എന്ന് വേണം അതിന് വായിക്കാൻ. അപ്പോൾ അടുത്ത് നമ്മൾ വെട്ടുന്നത് ആ 1, 2ൻ്റെ അപ്പുറത്തിൽ ഒന്നുകൂടെ വന്നപ്പോൾ എന്നർത്ഥം 12. 12 വെട്ടിക്കുക. 12 എത്ര പ്രാവശ്യമുണ്ട്? 2. 6 തവണയുണ്ട്. 6 2 12. മിച്ചമുണ്ടോ? ഇല്ല. കാര്യം എന്താ? 6 2 12 തന്നെ വന്നു. കുറച്ച് കഴിഞ്ഞാൽ മിച്ചമൊന്നും ഇല്ല. മനസ്സിലായോ? അതൊക്കെ മനസ്സിൽ കുറക്കണേ. ഇനി അടുത്ത് നമുക്ക് 1 എടുക്കാം. 1 അടങ്ങുമോ? ഇല്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 17 എടുക്കാൻ പാടില്ല. എടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ആദ്യം ഡിവിഷൻ തുടങ്ങിയ ശേഷം പിന്നീട് എപ്പോഴും ഒറ്റടിയിട്ട് എടുക്കാവൂ. അപ്പോൾ 1 അടങ്ങത്തില്ല എന്ന് കണ്ടാൽ ആദ്യം ഒരു 0 ഇടണം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? ആ അടങ്ങാത്ത 1 തൊട്ടടുത്ത ആളും കൂടെ ചേർത്ത് 17 എന്ന് എടുക്കണം. 17 2 എത്ര പ്രാവശ്യമുണ്ട്? 8 തവണ. n 2 16. അവിടെ 17 കിടപ്പുണ്ട്. n 2 16 വന്നുള്ളൂ. അപ്പോൾ എത്ര മിച്ചം? എത്ര ഉണ്ട്? ഒരു 1 മിച്ചമുണ്ട്. ആ 1 അവിടെ കാണിക്കണം. 1 കാണിച്ചു. ഇപ്പം നമ്മൾ പഠിച്ചേ ഉള്ളൂ. 8 അവിടെ കിടപ്പുണ്ടായിരുന്നു. ഒരു 1 ഇവിടെ വരുമ്പോൾ 18 എന്ന് എടുക്കണം. 18 എത്ര പ്രാവശ്യമുണ്ട്? 2. 9 തവണയുണ്ട്. അപ്പം നമ്മുടെ ആൻസർ എത്രയാണ്? 8 2 2 6 0 8 9 എന്നാണ് ആൻസർ. കിട്ടിയോ? അടുത്ത ചോദ്യം 3 4 0 1 1 5 6 7 8 ഡിവൈഡഡ് ബൈ 2. ഇതൊരു വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ ഡിവിഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിനകത്തൊരു നല്ല നിയമം പഠിക്കാനുണ്ട്. ഡിവിഷനുമായി ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ കൂടെ തന്നെയാണ്. കാര്യം 2 കൊണ്ടാണെന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് പെട്ടെന്ന് കിട്ടും. ഒരു നല്ല നിയമം വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ ചോദ്യം കൊണ്ട് എഴുതുന്നു. 3 4 0 1 1 5 6 7 8 ഡിവൈഡഡ് ബൈ 2. ഇപ്പോൾ 2ൻ്റെ പട്ടി ഉപയോഗിക്കുന്നു. 2 കൊണ്ട് വെട്ടുന്നു. അപ്പോൾ 2ൽ 2 ഒരു തവണ എന്നുണ്ട്. സാധാരണ ഞാൻ ഇത് പറയാറുണ്ട്, ഒരു തവണ. ആ 1 ആയതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത്. വേറെ ഏതാണെങ്കിലും നമ്മൾ കാണിച്ചേനെ. അപ്പോൾ അത് നമ്മൾ കാണിച്ചില്ല. മുകളിൽ 3 വെട്ടുന്നു. 3ൽ 2 എത്ര പ്രാവശ്യമുണ്ട്? ഒരു തവണ. 1 2 2. 2 4 ആണ്. 4 ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ നമുക്ക് 2 തവണ എന്ന് എടുക്കാൻ പറ്റില്ല. എത്ര തവണ? ഒരു തവണ എന്ന് പറയാം. 1 2 2. ശിഷ്ടം 1. ശിഷ്ടം 1 എങ്ങനെ മനസ്സിലാവും? മിച്ചം 1 ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാവും? അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവിടെ ഒരു 3 ഉണ്ട് അല്ലേ? നമ്മൾ പട്ടിക ചൊല്ലുമ്പോൾ എത്ര വന്നുള്ളൂ? 2 എന്നേ വന്നുള്ളൂ. 1 2 2. അപ്പം മിച്ചം എത്രയുണ്ട്? അങ്ങനെയാണ് മിച്ചം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുന്നത്. മനസ്സിലായോ? മനസ്സിൽ നോക്കേണ്ട കാര്യമാണ്. ആ മിച്ചമുള്ള 1 ഞാൻ സൈഡിൽ കാണിച്ചു. ആ 1 സൈഡിൽ കാണിച്ചു. അപ്പോൾ അവിടെ ഒരു 4 കിടപ്പുണ്ടല്ലേ? ആ 4ൻ്റെ ഇപ്പുറത്തൊരു 1 കൂടെ വന്നാൽ 14 എന്ന് വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ അടുത്ത ഞാൻ വെട്ടുന്ന 14നെയാണ് കേട്ടോ. 4 വെട്ടുന്നത് 14. 14 എത്ര പ്രാവശ്യമുണ്ട്? 2. 7 2 14 എന്നാണ്. 7 2 14 എന്നാണ്. അപ്പം അവിടെ മിച്ചം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അവിടെ മിച്ചം ഇല്ല. എങ്ങനെ മനസ്സിലായി മിച്ചമില്ലെന്ന്? കാര്യം അവിടെ കിടക്കുന്നത് 14. നമ്മൾ ടേബിൾ കൗണ്ട് ചെയ്യുമ്പോഴും എത്ര തന്നെ വന്നു? 14 തന്നെ വന്നു. ഇനി മിച്ചമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അവിടെ മിച്ചമൊന്നും കാണിക്കാത്തത്. അപ്പം ഇനി അടുത്ത ആരെ എടുക്കണം? 0 എടുക്കണം. അപ്പോൾ 14 എത്ര പ്രാവശ്യമുണ്ട്? 7 തവണയുണ്ട്. അത് നമ്മൾ പറഞ്ഞല്ലേ? 7 തവണയുണ്ട്. ഇനി എത്ര? 0 എടുക്കണം. 0ൽ 2 അടങ്ങുമോ? ഇല്ല. അടങ്ങത്തില്ല എന്ന് കാണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? 0 എന്ന് കാണിക്കണം. ഉണ്ടോ? 0ൽ അടങ്ങില്ല. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ അടങ്ങാത്ത 0വും തൊട്ടടുത്ത ആളും കൂടി ചേർക്കണം. അപ്പോൾ 0 1 എന്ന് എടുക്കണം. 0 1 എന്ന് പറഞ്ഞാൽ 1 എന്നല്ലേ അർത്ഥം? 1ൽ അടങ്ങുമോ? 2 ഇല്ല. അടങ്ങാത്തപ്പോൾ വീണ്ടും 0 ഇട്ട് കൊടുക്കണം. കണ്ടോ? 2 0 വരുന്നുണ്ടല്ലോ. ഒന്നുകൂടെ. ആദ്യം 0ൽ അടങ്ങത്തില്ല എന്ന് പറഞ്ഞു, 0 ഇട്ട് കൊടുത്തു. പിന്നെ ആ 0വും 1 കൂടെ ചേർത്തെടുത്തു. 1 എന്നർത്ഥം. ആ 1ൽ അടങ്ങത്തില്ല, വീണ്ടും 0 ഇട്ട് കൊടുത്തു. അപ്പം ഇനി എന്ത് ചെയ്യണം? അടുത്തത് 0ൽ അടങ്ങത്തില്ല എന്ന് മനസ്സിലായി, 0 1ൽ അടങ്ങത്തില്ല എന്ന് മനസ്സിലായി. അപ്പം 3 ഡിജിറ്റ് ചേർത്തെടുക്കണം. 0 1 1. ഉണ്ടോ? 0 1 1 എന്ന് പറയുന്ന ഡിജിറ്റ് നമ്മൾ എടുക്കണം. 0 1 1 എന്ന് വെച്ചാൽ 11 എന്നാണ്. 11ൽ അടങ്ങും. 11 എത്ര പ്രാവശ്യം അടങ്ങും? 5 തവണ അടങ്ങും. 2 10. ഉണ്ടോ? വീണ്ടും നോക്കിക്കേ, 10. അവിടെ 11 കിടപ്പുണ്ട് അല്ലേ? അപ്പം മിച്ചം എത്ര വരും? ഒരു 1 വരും. ആ 1 ഇപ്പുറത്ത് കാണിക്കണ്ടേ? ദേ 1നെ കാണിച്ചു. കൊണ്ടോ? അപ്പം നമ്മൾ പറഞ്ഞു 5 അവിടെ കിടപ്പുണ്ട്. 5ൻ്റെ ഇപ്പുറത്തൊരു 1 കൂടെ വന്നാൽ 15 എന്നെടുക്കണം. 15ൽ 2 എത്ര പ്രാവശ്യം? 7 തവണ. 7 2 14. നോക്കിക്കേ, ആലോചിച്ച് നോക്കിക്കേ. അവിടെ 15 കിടപ്പുണ്ട് അല്ലേ? അവിടെ 15 ഉണ്ട്. 14 വന്നുള്ളൂ പട്ടികയിൽ. ഇപ്പോൾ
ഒരു 1 മിച്ചം. മനസ്സിലായല്ലോ? അവിടെ 15 ഉണ്ട്, 7 2 14 വന്നുള്ളൂ. വീണ്ടും 1 മിച്ചം. അപ്പോൾ 1 6ൻ്റെ ഇപ്പുറത്ത് വന്നപ്പോൾ 1 6 16. 16ൽ എത്ര തവണ? 8 തവണ. 2 16 എന്നർത്ഥം. മിച്ചമുണ്ടോ അവിടെ? ഇല്ല. മിച്ചമില്ലെന്ന് എങ്ങനെ മനസ്സിലായി? അവിടെ 16 കിടപ്പുണ്ട്. പട്ടിക ചൊല്ലുമ്പോൾ ടേബിൾ കൗണ്ട് ചെയ്യുമ്പോഴും 16 തന്നെ വന്നു. മിച്ചമില്ല. ഓക്കെ, ഇനി അടുത്ത് 7 എടുക്കണം. മിച്ചമില്ലാത്തതുകൊണ്ട് 7 എടുത്താൽ മതി. അവിടെ ഒന്നൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. 7 7ൽ എത്ര ആശമുണ്ട്? 2 3 തവണ. 3 2 6. 4 2 ആകുമ്പോൾ 8 ആയി പോയി. 8 7 ഉള്ളൂ. അപ്പം 7 ആകുമ്പോൾ നമുക്ക് 3 തവണ. 3 2 6. നോക്കിക്കേ, അവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 7 കിടപ്പുണ്ട്. കൗണ്ട് ചെയ്യുമ്പോൾ 6 വരുന്നുള്ളൂ. മിച്ചം 1 ഉണ്ട്. ആ 1 ഞാൻ സൈഡിൽ കാണിച്ചു കണ്ടോ. അപ്പോൾ 1 8 കൂടെ 18. 18ൽ എത്ര ആശമുണ്ട്? 9 തവണയുണ്ട്. കിട്ടിയോ? അപ്പം നമ്മുടെ ഫൈനൽ ആൻസർ എത്രയാണ്? 1 7 0 0 5 7 8 3 9. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾ ചെയ്തപ്പോൾ 2 0 വന്നുണ്ടല്ലോ. ഇങ്ങനെ 2 0 ഒക്കെ വരുമ്പോൾ ഡിവിഷനകത്തൊക്കെ നല്ലപോലെ എല്ലാവരും തെറ്റിക്കുന്ന സെക്ഷനാണത്. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. അത് ശ്രദ്ധിച്ച് ചെയ്യണം. ഓരോ തവണയും അടങ്ങത്തില്ല എന്ന് പറയുമ്പോഴൊക്കെ 0 ചേർക്കണം. അടങ്ങത്തില്ലെങ്കിൽ 0 ചേർക്കുക മാത്രമല്ല, തൊട്ടടുത്ത ഡിജിറ്റുകൾ തമ്മിൽ ചേർത്തെടുക്കണം. അങ്ങനെ നിയമങ്ങൾ 2 ഞാൻ പറഞ്ഞു. ആ നിയമങ്ങൾ പഠിക്കുന്നതിനാണ് ഈ 2 ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. 2 3 ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത് കൊച്ചു നിയമം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യം. 3 5 5 7 9 1 3 2 ഡിവൈഡഡ് ബൈ 2. നമുക്ക് ചോദ്യം കൊണ്ട് എഴുതിയിടാം. 3 5 5 7 9 1 3 2 ഡിവൈഡഡ് ബൈ 2. 2ൻ്റെ പട്ടിക വെച്ച് വെട്ടുകയാണ്. താഴെ വെട്ടി. 2ൽ 2 ഒരു തവണ. ഞാൻ പറഞ്ഞു 1 എന്നായതുകൊണ്ട് നമുക്കത് കാണിക്കേണ്ട കാര്യമില്ല. മുകളിൽ നമ്മൾ ആദ്യം 3 എടുത്ത് 3നെ വെട്ടി. 3ൽ 2 അടങ്ങുമോ? അടങ്ങും. എത്ര തവണ? ഒരു തവണ അടങ്ങും. അപ്പം 1 2 2. അവിടെ 3 കിടപ്പുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പം 1 2 2 വന്നുള്ളൂ. മിച്ചം എത്രയുണ്ട്? 1 ഉണ്ട്. ആ 1 ഇവിടെ കാണിക്കണം. ഇനി ഞാൻ പറയത്തില്ല, ആ പറയുന്ന കാര്യങ്ങൾ ഇവിടെ എഴുതി കാണിക്കത്തില്ല, നിങ്ങൾ തന്നെ മനസ്സിൽ കൊണ്ടുവന്നോണം. അപ്പം അവിടെ 1 മിച്ചം വന്ന കാര്യം പറഞ്ഞു. 1. അപ്പോൾ 1 അവിടെ 5 വരുമ്പോൾ എങ്ങനെ വായിക്കാനാണ് പറഞ്ഞു തന്നെ? 1ൻ്റെ അപ്പുറ സൈഡിൽ ഒരു 5 കൂടെ വരുമ്പോൾ എങ്ങനെയാണ്? 5 എന്ന് അവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ 5ൻ്റെ അപ്പുറത്തൊരു 1 വരുമ്പോൾ 15 എന്ന് വായിക്കണം. മനസ്സിലായല്ലോ? 5 ഇവിടെ ഉണ്ട്, 1 ഇവിടെ വന്നു. 15. 15 എത്ര ആശമുണ്ട്? 7 തവണ. 7 2 14 ഉള്ളൂ. അവിടെ 15 ഉണ്ട്. അപ്പോൾ ഒരു 1 മിച്ചമുണ്ടേ. വീണ്ടും 1 കാണിച്ചു. അപ്പോൾ 1 5 എന്ന് വീണ്ടും വന്നു. 15 എന്ന് വീണ്ടും എടുക്കണം. 15 എത്ര ആശമുണ്ട്? 7 തവണ തന്നെ. 7 2 14. 8 ആകുമ്പോൾ 8 2 16 ആയിപ്പോവും. 16 ഇല്ല, 15 ഉള്ളൂ. അപ്പോൾ 7 തവണ 7 2 14. അവിടെ വീണ്ടും 15 കിടപ്പുണ്ട്. ഇവിടെ 15 കിടക്കുന്നത്. മിച്ചം 1 ഉണ്ട്. ആ 1 നമുക്ക് സൈഡിൽ കാണിക്കണം. 1 കാണിച്ചു. അപ്പോൾ 17. 17ൽ എത്ര ആശമുണ്ട്? 17ൽ 8 തവണയുണ്ട് അല്ലേ? 8 2 16. അവിടെ 16 വന്നുള്ളൂ. 17 കിടപ്പുണ്ട്. അപ്പം മിച്ചം വീണ്ടും 1 ഉണ്ട്. 19 എന്ന് എടുക്കണം. 1 9 കൂടി ചേർന്ന് 19. 19ൽ എത്ര ആശമുണ്ട്? 9 2 18. അവിടെ 19 കിടപ്പുണ്ട്. ടേബിൾ കൗണ്ട് ചെയ്യുമ്പോൾ 18 വന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെയും ഒരു 1 മിച്ചം. 1 ഞാൻ കാണിച്ചു. 1 1 11 എടുക്കണം. 11നെ വെട്ടി. എത്ര ആശമുണ്ട്? 11ൽ 5 തവണ. 2 10. വീണ്ടും ഒരു 1 മിച്ചമുണ്ട്. കാര്യം കൗണ്ട് ചെയ്യുമ്പോൾ 10 വന്നുള്ളൂ. അവിടെ 11 കിടപ്പുണ്ട്. ആ 1 അവിടെ ഇട്ട് കൊടുക്കുമ്പോൾ 13 എന്ന് വന്നു. 13ൽ എത്ര ആശമുണ്ട്? 6 തവണയുണ്ട്. 6 2 12. മിച്ചം 1 ഉണ്ടെന്ന് പറയണ്ടല്ലോ. മിച്ചം 1 ഉണ്ട്. അപ്പോൾ 12 എന്ന് അവസാനം വന്നു. 12ൽ 6 2 12 തന്നെ. മിച്ചമൊന്നുമില്ല. നമ്മുടെ ഫൈനൽ ആൻസർ എത്രയാണ്? 1 7 7 8 9 5 6 6 എന്നാണ് ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് 3 കൊണ്ട് ഡിവിഷനാണുള്ളത്. 3 കൊണ്ട് എങ്ങനെ ഡിവിഷൻ ചെയ്യാമെന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊക്കെ പഠിക്കുന്നെങ്കിൽ അവസാനം വലിയൊരു പാക്കേജ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം ഇങ്ങനെ 2 കൊണ്ട് 3 കൊണ്ട് 5 കൊണ്ട് 7 കൊണ്ടൊക്കെ നമ്മൾ ചെയ്ത് പഠിച്ചിട്ട് പിന്നെ നമ്മൾ വലുതായിട്ടുള്ള വലിയ സംഖ്യകളെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പഠിക്കും. അപ്പം 3 കൊണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ
4 3 2 2 4 6 9 ഡിവൈഡഡ് ബൈ 3. ഇപ്പോൾ ഞാനിവിടെ 4 3 2 നമ്മുടെ ചോദ്യം എഴുതിയിട്ട് 4 3 2 2 4 6 9 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 3 ആയതുകൊണ്ട് ഞാൻ വെറുതെ 3ൻ്റെ ടേബിൾ സൈഡിലൊന്ന് കാണിച്ചേക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ടേബിൾ, എങ്കിലും ഞാൻ വെറുതെ ഒന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെട്ടാം, 3ൻ്റെ ടേബിൾ വെട്ടാം. താഴത്തെ 3 വെട്ടിപ്പോയി. താഴത്തെ 3 വെട്ടിക്കളയുമ്പോൾ ഒന്നുമില്ലാത്തത് 1 3 3 എന്നുള്ള 1 എന്നുള്ളതുണ്ട് അവിടെ. 1 നമ്മൾ കാണിക്കാറില്ല, അതുകൊണ്ടാണ് നമ്മളവിടെ എഴുതാത്തത്. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഇനി അതെന്താ കാണിക്കാതെ ചോദിക്കരുത്, അതങ്ങനെയാണ് നമ്മൾ പറയുന്നത്, ഒരു തവണയാണെന്ന് പറഞ്ഞു. ഇനി നമുക്കാദ്യം 4 എടുക്കാം. 4ൽ 3 അടങ്ങും അല്ലേ? കാര്യം എന്താ? 1 3 3. ആ 1 3 3 എന്ന് പറയുന്ന ആ 3നേക്കാൾ വലുതാണ് ഈ കിടക്കുന്നത് 4. അപ്പോൾ അടങ്ങും. ഒരു തവണ പറ്റും. 2 തവണ പറ്റത്തില്ല. 2 തവണയാണെങ്കിൽ 6 വേണം. ഇവിടെ 4 ഉള്ളൂ അല്ലേ? അപ്പോൾ 2 തവണ പറ്റത്തില്ല, ഒരു തവണയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു തവണ പറ്റും. നമുക്ക് പറയാം 1 3 3. അപ്പോൾ നമുക്ക് തുടങ്ങാം. 1 3 3 ഒരു തവണ. മിച്ചം എത്രയുണ്ട്? ഒരു 1 ഉണ്ട്. ഈ മിച്ചം 1 എന്നൊക്കെ പറഞ്ഞാൽ വല്ല മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കാര്യം അവിടെ എത്ര കിടപ്പുണ്ട്? 4 അവിടെ കിടപ്പുണ്ട് അല്ലേ? നിങ്ങൾ പട്ടിക ടേബിൾ ചൊല്ലുമ്പോൾ എത്ര വരുന്നുള്ളൂ? 3 എന്നേ വരുന്നുള്ളൂ. അപ്പം 4 അവിടെ കിടപ്പുണ്ട്. ടേബിൾ ചൊല്ലിയപ്പോൾ 3 വന്നുള്ളൂ. അപ്പോൾ എത്ര മിച്ചം അവിടെ കിടപ്പുണ്ട്? 1. ആ 1 ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നത് കേട്ടോ. 1 വന്നുണ്ടോ? അപ്പോൾ ആ 1 സൈഡിൽ വന്നു. ഇനി മിച്ചമുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടോ, ബാലൻസ് എത്രയുണ്ടെന്നൊക്കെ ഉള്ള സ്വന്തമായിട്ടൊക്കെ തന്നെ നിങ്ങൾ ആലോചിച്ചുള്ളൂ. 13 എന്ന് വന്നു. 13 13ൽ എത്ര പ്രാവശ്യമുണ്ട്? 3 4 തവണ അല്ലേ? 4 3 12 എന്ന് നമുക്ക് പറയാം. അപ്പം 4 3 12. അവിടെ 13 കിടപ്പുണ്ട് അല്ലേ? 13 കിടപ്പുണ്ട്. എത്ര വന്നുള്ളൂ? 12 വന്നുള്ളൂ. അപ്പം മിച്ചം എത്ര വന്നു? 1. ആ 1 അവിടെ കാണിച്ചു. 1 അവിടെ കാണിക്കുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു, ഇവിടെ 2 കിടപ്പുണ്ട്. അതിൻ്റെ ഇപ്പുറത്തൊരു 1 വന്നാൽ 12 എന്ന് വേണം വായിക്കാൻ. അപ്പോൾ 12 എന്ന് വായിച്ചു. 12ൽ എത്ര പ്രാവശ്യമുണ്ട്? അവിടെ 12 എന്നല്ലേ കിടക്കുന്നേ? ആ 12ൽ എത്ര പ്രാവശ്യമുണ്ട്? 4 തവണയുണ്ട് അല്ലേ? 4 3 12. മിച്ചമില്ല. മിച്ചമില്ലെന്ന് എങ്ങനെ മനസ്സിലായി? ഇവിടെ 12 കിടപ്പുണ്ട്. ടേബിൾ ചൊല്ലിയപ്പോഴും എത്ര വന്നു? 12 വന്നു. മിച്ചമൊന്നുമില്ലല്ലോ. 12ന് 12 കുറച്ച് വല്ലതും ഉണ്ടോ? ഇല്ല. അങ്ങനെയാണ് മിച്ചമുണ്ട് മിച്ചമില്ല എന്നൊക്കെ ഞാൻ പറയുന്നത്. മിച്ചമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ആരും എടുക്കണം? അടുത്ത 2നെ എടുക്കണം അല്ലേ? 2ൽ അടങ്ങുമോ 3? ഇല്ല. കാര്യം 1 3 3 എന്നാണ്. ആ 3നേക്കാളും കുറവാണ് 2, അതുകൊണ്ട് അടങ്ങില്ല. അപ്പോൾ നമ്മൾ അടങ്ങാത്തപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പഠിച്ചത്? 0 ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് അടുത്ത് എന്ത് ചെയ്യണം? അടുത്ത ഈ 4 എടുക്കണമെന്നല്ല പഠിക്കേണ്ടത്. എങ്ങനെയാണ് പഠിക്കേണ്ടത്? അടങ്ങത്തില്ലെന്ന് നമ്മൾ പറഞ്ഞൊരാളുണ്ടല്ലോ, ആ 2 അല്ലേ? ആ 2ഉം തൊട്ടടുത്ത 4ഉം കൂടെ ചേർത്തെടുക്കണം. 24 എടുക്കണം കേട്ടോ. 24 എത്ര പ്രാവശ്യമുണ്ട്? 3 8 തവണയാണ്. 3 24 എന്നാണ്. മനസ്സിലായോ? ടേബിൾ അറിയാത്തൊരു സൈഡിൽ നോക്കിക്കോണേ. 24 മിച്ചമൊന്നുമില്ലല്ലോ. 24 അവിടെയുണ്ട്. കൗണ്ട് ചെയ്യുമ്പോൾ 24 3 24 എന്ന് വന്നു. ഇനി നമുക്ക് 6 എടുക്കാം. 6ൽ എത്ര പ്രാവശ്യമുണ്ട്? 3 2 3 2s are 6. 3 2 6 ഇല്ലേ? ഇപ്പോൾ 2 തവണ. മിച്ചമൊന്നുമില്ല. 9ൽ എത്ര പ്രാവശ്യമുണ്ട്? 3 തവണ. 3 3s are 9. 3 9. മനസ്സിലായോ? ഇനി നമുക്ക് ആൻസർ എഴുതിയാൽ മാത്രം. എത്രയാണ് നമ്മുടെ ആൻസർ? 1 4 4 0 8 2 3. ഓക്കെ. അടുത്ത ചോദ്യം 1 5 8 3 2 3 8 ഡിവൈഡഡ് ബൈ 3. നമുക്ക് ചോദ്യം ആദ്യം താഴത്തോട്ട് എഴുതാം. 1 5 8 3 2 3 8 ഡിവൈഡഡ് ബൈ 3. 3ൻ്റെ ടേബിൾ ഞാനിവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 3 കൊണ്ട് വെട്ടാം. താഴത്തെ 3 വെട്ടി. താഴെ 1 കാണിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത് കാണിക്കണ്ട. ഇനി എങ്ങനെയാണ്? മുകളിൽ 1ൽ അടങ്ങുമോ? ഇല്ല. കാര്യം 1 3 3 അപ്പോൾ 3നേക്കാൾ ചെറുതാണ് ആ 1, അതുകൊണ്ട് 1ൽ അടങ്ങില്ല. അപ്പോൾ നമ്മൾ 0 ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്, ആദ്യം ഒരക്കമോ 2 അക്കമോ 3 അക്കമോ എത്ര വേണമെങ്കിലും നമുക്ക് ഒരുമിച്ചെടുക്കാം തുടങ്ങുമ്പോൾ. പിന്നീട് നമുക്ക് ഒറ്റ അക്കം എടുക്കാവൂ. അപ്പോൾ ആദ്യം എത്ര അക്കം വേണ്ട എടുക്കാം. അപ്പോൾ 1ൽ അടങ്ങാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ 2 അക്കം എടുക്കാം. 15 എന്ന് എടുക്കാം. 15ൽ അടങ്ങുമല്ലോ. എത്ര പ്രാവശ്യമുണ്ട്? 15ൽ എത്ര പ്രാവശ്യമുണ്ട്? 3 5 പ്രാവശ്യം. 5 3കൾ ചേരുമ്പോഴാണ് 15. അപ്പോൾ 5 എന്ന് കാണിക്കണം. മനസ്സിലായോ?
I3 15, മിച്ചമില്ല. കാര്യം എന്തുകൊണ്ടാണ്? അവിടെ 15 കിടപ്പുണ്ട്. നമ്മൾ ടേബിൾ കൗണ്ട് ചെയ്യുമ്പോൾ പട്ടിക ചൊല്ലുമ്പോൾ എത്ര തന്നെ വരും? 15 തന്നെ വരും. അതുകൊണ്ട് അവിടെ മിച്ചമൊന്നുമില്ല. ഇനി അടുത്ത 8 എടുക്കണം. 8 എത്ര പ്രാവശ്യം ഉണ്ട്? 3. 8 3 2 തവണ. 3 2 6 എന്നാണ്. 3 2 6 അല്ലേ? 3 പ്രാവശ്യം പറ്റുമോ? ഇല്ല. 3 3 9 3 3 9. 9 അവിടെ ഇല്ലല്ലോ, അവിടെ 8 അല്ലേ ഉള്ളൂ. അപ്പോൾ 2 തവണയെ പറ്റുള്ളൂ. 2 തവണയെ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അവിടെ ഇനി മിച്ചം എത്ര വരുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? എത്ര മിച്ചം വരും? കാര്യം എന്താണ്? അവിടെ 8 കിടപ്പുണ്ട് അല്ലേ? കൗണ്ട് ചെയ്തപ്പം 6 അല്ലേ വന്നുള്ളൂ. 3 2 6 അല്ലേ വന്നുള്ളൂ. എത്ര മിച്ചം വരും? 2 മിച്ചം വരും. ആ 2 അവിടെ കാണിക്കണം. കണ്ടോ? അപ്പോൾ അവിടെ ഒരു 3 കിടപ്പുണ്ട്. അതിൻ്റെ സൈഡിൽ ഒരു 2 കൂടെ വന്നാൽ എത്രയെന്ന് വായിക്കണം? 23 എന്ന് വായിക്കണം. 23-ൽ 3 എത്ര പ്രാവശ്യമുണ്ട്? 3ൻ്റെ പട്ടിക നോക്കിയാൽ 7 തവണ പറ്റും. 7 3 21. 8 മൂന്നാമത്തേക്ക് 24 ആവും. അവിടെ 24 ഇല്ലല്ലോ, 23 അല്ലേ ഉള്ളൂ. അപ്പം 7 തവണയെ പറ്റുള്ളൂ. 7 3 21. അപ്പം ശ്രദ്ധിച്ചോ, അവിടെ 23 കിടപ്പുണ്ട്. നമ്മൾ ചൊല്ലിയപ്പോൾ 21 വരെ വന്നുള്ളൂ. മിച്ചം വീണ്ടും എത്ര ഉണ്ട്? 2 ഉണ്ട്. ആ 2 അവിടെ കാണിക്കണം. ആ 2 അവിടെ വരുമ്പോൾ 22 എടുക്കണം വേണ്ടേ? 22-ൽ എത്ര പ്രാവശ്യമുണ്ട്? 7. 22 എത്ര പ്രാവശ്യമുണ്ട്? 3. 7 തവണ. 7 3 21. മനസ്സിലായോ? വീണ്ടും എത്ര തവണ? എത്ര മിച്ചമുണ്ട്? 1 മിച്ചമുണ്ട്. 13 എന്ന് വന്നു. 13-ൽ എത്ര തവണയുണ്ട്? 4 തവണ. 4 3 12. 13 അവിടെ കിടക്കുന്നുണ്ട്. മിച്ചം ഒരു 1 വരും. നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ എത്ര വരുന്നുണ്ട്? 12 അല്ലേ വരുന്നുള്ളൂ. ഒരു 1 മിച്ചം വരുന്നില്ലേ? അപ്പോൾ 1 അവിടെ കാണിക്കേ. 18 എത്ര പ്രാവശ്യമുണ്ട്? 3. 6 3 18 എന്നാണ്. ഉണ്ടോ? അപ്പോൾ ഫൈനൽ ആൻസർ എത്രയാണ്? 5 2 7 7 4 6. ഞാനിവിടെ മിച്ചം വരുന്ന സംഖ്യയൊക്കെ എഴുതി കാണിച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളത് മനസ്സിലിട്ട് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ. അടുത്ത ചോദ്യം 4 5 0 1 8 2 4 6 ഡിവൈഡഡ് ബൈ 3. നമുക്കാദ്യം ചോദ്യം ഇവിടെ എഴുതാം. 4 5 0 1 8 2 4 6 ഡിവൈഡഡ് ബൈ 3. ഇവിടെ 3ൻ്റെ ടേബിൾ ഞാൻ വെറുതെ കാണിക്കുന്നുണ്ട്. അപ്പം 3 കൊണ്ട് വെട്ടാം. താഴത്തെ 3 വെട്ടി. ഒരു തവണ എന്നർത്ഥം താഴെ. മുകളിൽ ആദ്യം 4 എടുത്തു. 4-ൽ അടങ്ങുമോ? അടങ്ങും. 3-നേക്കാൾ വലുതാണ് 4. അപ്പോൾ പറ്റും. ഇനി എത്ര തവണ പറ്റും? ഒരു തവണ. എന്താണ്? 1 3 3. 2 3 ആണെങ്കിൽ 6 എന്ന് വരണം. 6 6-ൽ കൂടുതലോ വന്നാലേ 2 എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ 4 എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു തവണയേ പറ്റുള്ളൂ. 1 3 3. നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ 4 കിടപ്പുണ്ട്. നമ്മൾ ടേബിൾ കൗണ്ട് ചെയ്യുമ്പോൾ 1 3 3 എന്നേ വരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു 1 കൂടുതലുണ്ട്. ടേബിൾ കൗണ്ട് ചെയ്തതിനേക്കാൾ 1 കൂടുതൽ. മനസ്സിലായല്ലോ? അവിടെ 4 കിടപ്പുണ്ട്. ടേബിൾ കൗണ്ട് ചെയ്യുമ്പോൾ 3 വന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു 1 കൂടുതലുണ്ട്. ആ 1 സൈഡിൽ കാണിക്കണം. 1 അവിടെ വരുമ്പോൾ എത്രയായി? 15 എന്ന് എടുക്കണം. 15-ൽ എത്ര പ്രാവശ്യമുണ്ട്? 5 തവണ. 5 3 15. മിച്ചമൊന്നുമില്ല. ഉണ്ടോ? കാര്യം എന്താണ്? അവിടെ 15 ഉണ്ട്. നമ്മൾ ടേബിൾ കൗണ്ട് ചെയ്തപ്പോഴും 15 തന്നെ വന്നു. ഇനിയിപ്പോൾ ആരും എടുക്കണം? 0 എടുക്കണം. 0-ൽ അടങ്ങുമോ? ഇല്ല. അടങ്ങാത്തപ്പോൾ 0 എന്ന് കാണിക്കണം. അടുത്ത എന്താണ്? ആ 0 1 കൂടെ ചേർത്തെടുക്കണം. 0 1 എന്ന് വെച്ചാൽ എത്ര? 0 1 എന്ന് വെച്ചാൽ കറക്റ്റ് നിയമമാണ് ഞാൻ പറയുന്നത്. 0 1 എന്ന് വെച്ചാൽ എത്രയാണ്? 1 എന്നാണ് അർത്ഥം. അപ്പം ആ 1-ലും അടങ്ങത്തില്ല. 0-ൽ അടങ്ങത്തില്ല. 0 1 എന്നെടുത്തപ്പോൾ 1-ലും അടങ്ങത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ 0 എന്ന് കാണിച്ചു. ഇനി നമ്മൾ ആ 3 ഡിജിറ്റുകൾ ചേർത്തെടുക്കണം. 0 1 8. 0 1 8 എന്ന് വെച്ചാൽ എത്രയാണ്? 18 എന്നാണ് അർത്ഥം. 0 1 8 എന്ന് വെച്ചാൽ എത്രയാണ്? 18 എന്നാണ്. 18-ൽ 3 അടങ്ങും. എത്ര തവണയാണ്? 6 തവണ. 6 3 18. മിച്ചമൊന്നുമില്ലല്ലോ. അപ്പം ആദ്യം 0-ൽ അടങ്ങത്തില്ല എന്ന് പറഞ്ഞു. 0-ൽ അടങ്ങത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ 0-ൽ അടങ്ങത്തില്ല. 0 ഇട്ട് കൊടുത്തു. 0 1 എടുത്തു. അപ്പോഴും അടങ്ങത്തില്ല. പിന്നെ 3 ചേർത്തെടുത്തു. 18. 18 എത്ര പ്രാവശ്യമുണ്ട്? 6 തവണയുണ്ട്. 6 തവണ ഉണ്ട് എന്നുള്ളത് ഓക്കെയാണ്. ഇനി എന്താ കുഴപ്പം? മിച്ചമൊന്നുമില്ല അവിടെ. ഇനി 2 എടുക്കണം. 2-ൽ അടങ്ങുമോ 3? ഇല്ല. കാര്യം 3-നേക്കാൾ ചെറുതാണ് 2. ഒരു 3 3 എന്ന് പറയാൻ പോലും അവിടെ പറ്റത്തില്ല. അപ്പോൾ 2-നെ വെട്ടണം. 2-ൽ അടങ്ങത്തില്ല. അപ്പോൾ 0 മുകളിൽ കാണിക്കണം.
അടങ്ങാത്ത സമയത്തൊക്കെ 0 കാണിക്കണം. അപ്പോൾ 2ൽ അടങ്ങാത്തത് കൊണ്ട് ഇനി 2 വേണ്ടാന്ന് വെക്കല്ലേ, 2ഉം 4ഉം അടുത്ത 2ഉം 4ഉം കൂടെ ചേർത്തെടുക്കണം. ഉണ്ടോ? 24. 24 എത്ര പ്രാവശ്യം? 8 തവണ. 3 24. അവിടെ മിച്ചമൊന്നുമില്ല. ഇനി നമുക്ക് 6 എടുക്കാം. 6ൽ അടങ്ങുമല്ലോ, 2 തവണ അല്ലേ, 2 പ്രാവശ്യം. 3 2 6, അഥവാ 2 തവണ അടങ്ങും. അപ്പോൾ ആൻസർ കിട്ടി. എത്രയാണ്? 1 5 0 0 6 0 8 2 എന്നാണ് നമ്മുടെ ആൻസർ. ഓക്കെ. അടുത്തത് നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 4 5 6 7 8 9 10 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ഞാനവിടെ ചോദ്യം എഴുതുന്നു. 4 5 6 7 8 9 10 ഡിവൈഡഡ് ബൈ 5. 5ൻ്റെ ടേബിൾ ഞാൻ ഒന്ന് വെറുതെ സൈഡിൽ കാണിക്കുന്നു. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതൊക്കെ ടേബിളൊക്കെ, എങ്കിലും ഞാൻ വെറുതെ ഒന്ന് കാണിക്കുന്നു. നമുക്കിനി വെട്ടാം. 5 വെട്ടി. അപ്പോൾ 5ൽ 5 ഒരു തവണ, ഒന്നൊന്നും കാണിക്കേണ്ട കാര്യമില്ല. അവിടെ മുകളിൽ നമുക്ക് 4 എടുക്കാം. 4ൽ 5 അടങ്ങുമോ? ഇല്ല. നമ്മൾ പറഞ്ഞു ഏത് ടേബിൾ എടുക്കുമ്പോഴും ആ പറഞ്ഞിരിക്കുന്ന സംഖ്യയേക്കാൾ ചെറുതാണെങ്കിൽ അടങ്ങത്തില്ല. അപ്പോൾ 5ൻ്റെ ടേബിളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 5നേക്കാൾ ചെറുതാണ് 4, അപ്പോൾ പറ്റില്ല. മനസ്സിലായോ? അപ്പം നമുക്ക് പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമായതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് 0 ഒന്നും ഇട്ട് കൊടുക്കേണ്ട. ആദ്യം ഒരക്കമോ 2 അക്കമോ ഒക്കെ ചേർത്തെടുക്കാം. 3 എത്ര വേണമെങ്കിലും തിരിച്ച് ചേർത്തെടുക്കാം. അപ്പോൾ 4 അടങ്ങാത്തതുകൊണ്ട് നമുക്ക് 4ഉം 5ഉം കൂടെ ചേർത്ത് 45 എന്ന് എടുക്കാം. 45ൽ 5 അടങ്ങും. എത്ര തവണയുണ്ട്? 9 തവണ. 9 5 45. അവിടെ മിച്ചമൊന്നുമില്ല. മിച്ചമൊന്നുമില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? കാര്യം അവിടെ 45 ഉണ്ട്. നമ്മൾ പട്ടിക ചൊല്ലുമ്പോഴും എത്ര തന്നെ വരും? 45 തന്നെ വരും. പിന്നെ മിച്ചം വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് അവിടെ മിച്ചമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി 6ലേക്ക് വരാം. 6ൽ വെട്ടാം അല്ലേ? 6ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 5 ഒരു തവണ. ഓരഞ്ച് 5 പറ്റുള്ളൂ. 5 2 are 10. ഈ 5 10 ആണ്. 10 അവിടെ ഇല്ല. അപ്പം 6 വരെ ഉള്ളൂ. അപ്പോൾ ഉണ്ട് ഒരു തവണ അടങ്ങും. ഓരഞ്ച് 5. അപ്പോൾ അവിടെ ഒരു 1 മിച്ചം വരത്തില്ലേ? കാര്യം അവിടെ 6 കിടപ്പുണ്ട്. ഓരഞ്ച് 5 വന്നിട്ടുള്ളൂ. അപ്പം മിച്ചം അവിടെ അവ തമ്മിലുള്ള വ്യത്യാസമാണ് മിച്ചം നമ്മൾ പറയുന്നുണ്ടോ? അവിടെ കിടക്കുന്ന എത്രയാണ് നമ്മൾ പട്ടിക ചൊല്ലുമ്പോൾ എത്ര വരുന്നു അവ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ 1 മിച്ചമുണ്ട്. ആ 1നെ ഞാൻ അവിടെ കാണിച്ചു. കണ്ടോ? 1 അവിടെ കാണിച്ചപ്പോൾ 1ഉം 7ഉം 1ഉം 7ഉം കൂടെ എങ്ങനെ എടുക്കണമെന്ന് പഠിച്ചിരിക്കുന്നത്? 17. 7 അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ ഇപ്പുറത്താണ് 1 വന്നിരിക്കുന്നത്. അപ്പോൾ 17. 17 എത്ര പ്രാവശ്യമുണ്ട്? 5ൻ്റെ പട്ടിക 3 തവണ. 3 5 15 4 5 എത്രയാണ്? 20 ആയിപ്പോൾ. അപ്പോൾ പറ്റത്തില്ല. അപ്പം 3 തവണ. 5 3s are 15. 3 തവണ. മനസ്സിലായോ? 3 5 15 എന്നല്ലേ വരത്തുള്ളൂ. അവിടെ 17 ഉണ്ടല്ലേ? കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ടേബിൾ കൗണ്ട് ചെയ്യുമ്പോൾ 15 വരുന്നുള്ളൂ. അപ്പോൾ എത്ര വ്യത്യാസമുണ്ട് അവിടെ? 2 വ്യത്യാസമുണ്ട്. ആ 2 അവിടെ കാണിക്കണം. കണ്ടോ? അപ്പോൾ 2 അവിടെ വന്നു. 8ൻ്റെ ഇപ്പുറത്ത് 2 കൂടെ വന്നപ്പോൾ 28 എന്ന് വന്നു. 28 എന്ന് വെട്ടിക്ക്. 28ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 5. 5ൻ്റെ ടേബിൾ എന്ന് പറഞ്ഞേക്ക് 5 5 25 5 5s are 25 ആണ്. മനസ്സിലായോ? 6 പറ്റുമോ? ഇല്ല. 30 വരണം. 28 ഉള്ളൂ. അപ്പോൾ എത്ര പ്രാവശ്യം പറ്റുള്ളൂ? 5 തവണ. 5 5 25. അവിടെ 28 കിടപ്പുണ്ട്. കൗണ്ട് ചെയ്യപ്പോൾ 25 വന്നുള്ളൂ. അപ്പം വ്യത്യാസം എത്രയുണ്ട്? 3 എന്ന് പറയുന്നൊരു വ്യത്യാസം വരും അല്ലേ? 3 നമുക്ക് അവിടെ കാണിക്കാം. 3 അവിടെ വന്നു. അപ്പുറത്തൊരു 9ഉം കിടപ്പുണ്ട്. അപ്പോൾ 39 അടുത്ത് നമ്മൾ എടുക്കുന്നത്. 39ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 5 7 തവണ അല്ലേ? 7 5 35. ശ്രദ്ധിച്ചോ? അവിടെ 39 കിടപ്പുണ്ട്. നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ എത്ര വന്നുള്ളൂ? 7 5 35 വരത്തില്ല. 8 എടുക്കാൻ പറ്റില്ല. 8 ആകുമ്പോൾ 40 വേണം. ഉണ്ടോ? അപ്പോൾ വ്യത്യാസം എത്ര വന്നു അവിടെ? 4ൻ്റെ വ്യത്യാസം ഉണ്ടോ? അപ്പോൾ ആ വ്യത്യാസം എത്രയാണെങ്കിലും അതവിടെ കാണിച്ചാൽ മതി. എത്ര വന്നാലും വന്നോട്ടെ. 4 ഉണ്ടോ? 41 എന്ന് എടുക്കണം. 41ൽ എത്ര പ്രാവശ്യമുണ്ട്? 8 പ്രാവശ്യം വരും. 8 5 40. അവിടെ 41 ഉണ്ട്. നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ 40 വന്നുള്ളൂ. ഒരു 1 മിച്ചം. ആ 1 അവിടെ കാണിക്കുക. ആ 1ഉം 0ഉം കൂടെ 10 എന്ന് എടുക്കുക. 10ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 5 2 തവണയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ 2 10 ഫിനിഷായി. നമ്മുടെ ആൻസർ അപ്പോൾ എത്രയാണ്? 9 1 3 5 7 8 2 എന്നാണ് ആൻസർ. ഓക്കെ.
അടുത്ത ചോദ്യം 9852470 ഡിവൈഡഡ് ബൈ 5. ഈ ചോദ്യം കൊണ്ട് എഴുതിയിടാം. 9852470 ബൈ 5. 5ൻ്റെ പട്ടിക ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ 5 കൊണ്ട് വിട്ടാം. 5ൽ 5 എത്ര പ്രാവശ്യമുണ്ട്? ഒരു തവണ. അപ്പോൾ ഒന്നൊന്ന് കാണിക്കണ്ട. നമുക്ക് മുകളിൽ ആദ്യം 9 എടുക്കാം. 9ൽ 5 അടങ്ങുമല്ലോ. ഒരു തവണ. 2 തവണയാകുമ്പോൾ എത്രയാണ്? 10. 10 ഇല്ലാത്തതുകൊണ്ട് ഒരു തവണ. 5 5 എന്ന് പറയുന്ന പട്ടിക. അപ്പോൾ അവിടെ ശ്രദ്ധിച്ചോ നിങ്ങൾ? അവിടെ എത്ര കിടപ്പുണ്ട്? 9 കിടപ്പുണ്ട്. പട്ടിക ചൊല്ലിയപ്പോൾ 5 വന്നിട്ടുള്ളൂ. അപ്പം മിച്ചം എത്രയുണ്ട്? 4 മിച്ചമുണ്ട്. ആ 4 നമുക്കിപ്പുറത്ത് കാണിക്കണം കേട്ടോ. അപ്പം 4 ഇപ്പുറത്ത് വന്നു. 4 8 കൂടെ 48 എന്ന് എടുക്കണം. 48ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 5. 9 തവണയുണ്ട്. 9 തവണ. 9×5 45 എന്നാണ്. മനസ്സിലായോ? അവിടെ 48 ഉണ്ട്. നമ്മൾ പട്ടിക ചൊല്ലുമ്പോൾ ടേബിൾ കൗണ്ട് ചെയ്യുമ്പോൾ 45 വരുന്നുള്ളൂ. അപ്പോൾ എത്രയുണ്ട്? മിച്ചം എത്രയുണ്ട്? ഒരു 3 മിച്ചമുണ്ട്. ആ 3 അവിടെ കാണിച്ചു. 35 നമ്മൾ വെട്ടി. 3 5 കൂടെ 35 35 വെട്ടി. 35ൽ 5 എത്ര പ്രാവശ്യമുണ്ട്? 7 5 35. മിച്ചമുണ്ടോ? ഇല്ല. എങ്ങനെ മനസ്സിലാവുന്നേ? അവിടെ 35 കിടപ്പുണ്ട്. നമ്മൾ പട്ടിക ചൊല്ലുമ്പോഴും എത്ര തന്നെ വരുന്നുണ്ട്? 35 എന്ന് തന്നെ വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ 35 ആകുമ്പോൾ വ്യത്യാസം വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മിച്ചമൊന്നും കാണിക്കണ്ട. അപ്പോൾ നമുക്കിവിടെ മിച്ചം ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ 2ൻ്റെ ഇപ്പുറത്തൊന്നും കാണിച്ചിട്ടില്ല. ഇനി നമുക്ക് അടുത്ത 2നെ എടുക്കാം. 2ൽ 5 അടങ്ങുമോ? ഇല്ല. 5 5. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ 5ൻ്റെ ടേബിളാണ്. അപ്പോൾ 5നേക്കാൾ കുറവായിട്ട് വരുന്ന ആളുകളൊന്നും അടങ്ങത്തില്ലെന്ന് വേണം പറയാൻ. 5നേക്കാൾ കുറവാണ് 2. അപ്പോൾ നമുക്കത് പറ്റില്ല. നമ്മളപ്പോൾ 0 എന്നിട്ട് കൊടുക്കണം. മനസ്സിലായോ? അടങ്ങാത്ത സമയത്ത് 0 ഇട്ട് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ 2ഉം 4ഉം കൂടെ ചേർത്തെടുക്കണം. 24 എന്ന് എടുക്കണം. 24ൽ അടങ്ങാത്ത 2ഉം തൊട്ടടുത്തുള്ള 4ഉം കൂടെ ചേർത്തെടുക്കണം. 24ൽ അടങ്ങുമോ എന്ന് ചെക്ക് ചെയ്യണം. 24 അടങ്ങും അല്ലേ? 4 തവണ പറ്റും. കാര്യം എന്താ? I4 20 എന്നാണ്. മനസ്സിലായോ? 6 അല്ല, I5 25 നമുക്ക് പറ്റത്തില്ല. അപ്പോൾ I4 20 5ൻ്റെ പട്ടികയിൽ. I5 25 പറ്റത്തില്ല. ഓക്കെ. അപ്പം നമ്മളെത്ര? 24 അവിടെ കിടപ്പുണ്ട്. പട്ടിക ചൊല്ലുമ്പോൾ 20 വരുന്നുള്ളൂ. മിച്ചം ഒരു 4 ഉണ്ട്. 4 ഞാനവിടെ കാണിച്ചു കൊണ്ടോ. 47. 47ൽ എത്ര തവണ? 9 തവണ. 9×5 45. അവിടെ 47 കിടപ്പുണ്ട്. അപ്പോൾ ഒരു 2 മിച്ചമില്ലേ? ആ 2 അവിടെ കാണിക്കും. 2 കാണിക്കുമ്പോൾ 2 0 അല്ലേ? അപ്പോൾ 2 ഇവിടെയുണ്ട്. അപ്പുറത്തൊരു 0 കൂടെ വരുമ്പോൾ 20 എന്ന് എടുക്കണം. 20ൽ എത്ര തവണയുണ്ട്? 4 5 20 അപ്പം നമ്മുടെ ആൻസർ കറക്റ്റായി. കണ്ടോ? അപ്പോൾ നമുക്ക് നമ്മുടെ ഫൈനൽ ആൻസർ റെഡി. 1 9 7 0 4 9 4 എന്നാണ് നമ്മുടെ അവസാനത്തെ ഉത്തരം. ഓക്കെ. അടുത്ത ചോദ്യം 1 1 2 2 3 3 4 4 5 5 ഡിവൈഡഡ് ബൈ 5. നമുക്ക് ചോദ്യം ഒന്ന് എഴുതിയിടാം. 1 1 2 2 3 3 4 4 5 5 ഡിവൈഡഡ് ബൈ 5. 5ൻ്റെ ടേബിൾ ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. നമുക്കിനി ഒന്ന് വിട്ടാം. 5ൽ 5 ഒരു തവണയേ ഉള്ളൂ അല്ലേ? ഇനി മുകളിലുള്ള 1 എടുത്തേ. 1ൽ 5 അടങ്ങുമോ? ഇല്ല. നമ്മൾ പറഞ്ഞു 5നേക്കാൾ ചെറുതാണ് 1. അപ്പോൾ അടങ്ങത്തില്ല. ആദ്യം ആയതുകൊണ്ട് നമുക്ക് 0 കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ആദ്യം നമുക്ക് 1 അടങ്ങിയില്ലെങ്കിൽ 11 എടുക്കാം. തെറ്റില്ല. ആദ്യം നമുക്ക് 1 അക്കമോ 2 അക്കമോ 3 അക്കമോ എത്ര അക്കം വേണമെങ്കിലും ആദ്യം ഒരുമിച്ചെടുക്കാം. ഇപ്പോൾ 11 ഞാൻ എടുത്തു. 11ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 5. 2 തവണ. എത്ര? I2 10. മനസ്സിലായോ? 3 തവണയാകുമ്പം 15 പോകും. പറ്റത്തില്ല. അപ്പോൾ 2 തവണ. I2 10 വന്നോളൂ. ഇവിടെ 11 ഉണ്ടേ. അപ്പോൾ ഒരു 1 മിച്ചമില്ലേ? ആ 1നെ നമ്മൾ സൈഡിൽ കാണിച്ചു. കണ്ടോ? ആ 2ൻ്റെ ഇപ്പുറത്തോണ്ട് 1 വരുമ്പോൾ 12 എന്ന് എടുക്കണം. 12ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 5. അവിടെയും 2 തവണ തന്നെ. I2 10 അല്ലേ? 5 2s are 10. അവിടെ 12 ഉണ്ടേ. അവിടെ 10 വന്നുള്ളൂ കൗണ്ട് ചെയ്തപ്പോൾ. എത്ര മിച്ചമുണ്ട് അവിടെ? ഒന്ന് ആലോചിച്ചേ. 12 അവിടെയുണ്ട്.
10 വന്നുള്ളൂ. അപ്പം 2 മിച്ചം. ആ 2 അവിടെ വന്നു. ഒരു 2 അവിടെ കിടപ്പുണ്ട്. ആ 2ൻ്റെ ഇപ്പുറത്ത് 2 കൂടെ വന്നാൽ 22. 22 എത്ര പ്രാവശ്യം ഉണ്ട്? 5. 4 തവണയുണ്ട്. ഐ 4 20. 20 എന്നേ വന്നുള്ളൂ. അവിടെ 22 ഉണ്ട്. അപ്പോൾ മിച്ചം എത്രയുണ്ട് അവിടെ? വീണ്ടും 2 മിച്ചം വന്നിട്ടുണ്ട്. മനസ്സിലായോ? 2 3 അപ്പുറത്ത് വന്നപ്പോൾ അല്ലേ, ഒരു 3 അവിടെ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു 2 ഇവിടെയാണ് വരുന്നത്. അപ്പോൾ 23 എന്നാണ് എടുക്കുന്നത്. 23-ൽ എത്ര തവണയുണ്ട്? 4 തവണ. 5 തവണ പറ്റില്ല. 5 5 25ആണ്. 25 അവിടെ ഇല്ലല്ലോ, 23 അല്ലേ ഉള്ളൂ. അപ്പോൾ 4 തവണ. 4 5 എത്രയാണ്? 20ആണ്. പക്ഷെ അവിടെ 23 കിടപ്പുണ്ട്. മിച്ചം എത്രയുണ്ട്? 3 ഉണ്ട്. ആ 3 അവിടെ കാണിച്ചു. ഓൾറെഡി അവിടെ ഒരു 3 കിടപ്പുണ്ട്. 3 അതിൻ്റെ ഇപ്പുറത്തൊരു 3 കൂടെ വരുമ്പോൾ 33 എന്ന് എടുക്കണം. 33-ൽ എത്ര പ്രാവശ്യമുണ്ട്? 6 തവണ. 6 5 30. മനസ്സിലായോ? 7 ഉണ്ടോ? ഇല്ല. 7 5 35 പറ്റത്തില്ല. അപ്പോൾ 6 തവണയേ പറ്റുള്ളൂ. 6 5 30. അവിടെ 33 കിടപ്പുണ്ട്. നമ്മൾ കൗണ്ട് ചെയ്തപ്പോൾ 30 വന്നുള്ളൂ. മിച്ചം 3. അപ്പം 3 അപ്പുറത്തൊരു 4 കൂടെ വരുമ്പോൾ 34. 34-ലും 6 തവണ തന്നെ. 7 35 വേണം. 35 ഇല്ല. 6 തവണ. 6 5 30. 34 അവിടെ ഉണ്ടായിരുന്നു. അപ്പം മിച്ചം എത്രയുണ്ട്? 4 മിച്ചം കിടപ്പുണ്ട്. 4 ആ 4 കൂടെ വരുമ്പോൾ 44 എന്ന് എടുക്കാം. 44-ൽ എത്ര തവണയുണ്ട്? 8 തവണ. 8 5 40. 9 5 45 ഇപ്പോൾ 45 അവിടെ ഇല്ലാത്തതുകൊണ്ട് 8 5 എന്ന് എടുക്കാവും. 8 5 40. 44 അവിടെ കിടപ്പില്ലേ? നമ്മൾ കൗണ്ട് ചെയ്തപ്പോൾ 40 വരെയല്ലേ വന്നുള്ളൂ. മിച്ചം ഒരു 4 ഇല്ലേ? ആ 4 ഞാൻ അങ്ങോട്ട് എടുത്തു. ആ 4-ഉം അപ്പുറത്തൊരു 5. അപ്പോൾ 45. 45 എത്ര പ്രാവശ്യമുണ്ട്? 9 തവണ. 9 5 45. മിച്ചം ഒന്നുമില്ല. മിച്ചമില്ലാത്ത കാര്യം മനസ്സിലായല്ലോ. അവിടെ 45 ഉണ്ട്. നമ്മുടെ ടേബിൾ കൗണ്ട് ചെയ്യുമ്പോൾ 45 വരുന്നുണ്ട്. ഇനി നമുക്ക് 5 മാത്രം എടുത്താൽ 5-ൽ 5 എത്ര പ്രാവശ്യമുണ്ട്? 1 തവണ. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര? 2 2 4 4 6 6 8 9 1. ആൻസർ കിട്ടിയോ? ഓക്കെ. അടുത്ത നമുക്ക് 7 കൊണ്ടുള്ള ഡിവിഷൻ പഠിക്കാം. 7 കൊണ്ടുള്ള 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 5 1 7 3 4 ഡിവൈഡഡ് ബൈ 7. ഇപ്പം ഞാനത് അതിങ്ങോട്ട് എഴുതിയിരുന്നു. 2 5 1 7 3 4 ഡിവൈഡഡ് ബൈ 7 എന്ന് കാണിച്ചിട്ടുണ്ട്. 7ൻ്റെ പട്ടിക ഞാൻ സൈഡിലോട്ട് വെറുതെ കാണിക്കുന്നുണ്ട്. ഒന്ന് നമുക്ക് അറിയാവുന്ന പട്ടിക എന്ന് എനിക്കറിയാം, എങ്കിലും ജസ്റ്റ് ഒന്ന് എഴുതുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് 7 കൊണ്ട് വെട്ടാൻ തുടങ്ങാം. 7ൻ്റെ ടേബിളാണ്. അപ്പോൾ 7-ൽ 7 1 തവണ. ഒന്നായതുകൊണ്ട് കാണിക്കുന്നില്ല, വേറെ ഏതെങ്കിലുമൊക്കെയാണ് കാണിക്കണം. മുകളിൽ നമ്മൾ ആദ്യം 2 എടുത്തു. 2-ൽ 7 അടങ്ങുമോ? അടങ്ങത്തില്ല. 7-നേക്കാൾ ചെറുതായതുകൊണ്ട് അടങ്ങത്തില്ല. ആദ്യമായതുകൊണ്ട് 0 കാണിക്കണമെന്നില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അടുത്ത 5 കൂടെ ചേർത്ത് എടുക്കുക. 25 എന്ന് എടുക്കുക. 25-ൽ എത്ര പ്രാവശ്യമുണ്ട്? 3 തവണ. 7 3 21. സംശയമുള്ളൊരു ടേബിളിലൂടെ സൈഡിൽ നോക്കിക്കോണേ. 7 3 21. 4 തവണ പറ്റത്തില്ല, കാര്യം 28 ഇപ്പോൾ. 28 അവിടെ ഇല്ല. അപ്പോൾ 7 3 21 വന്നിട്ടുള്ളൂ. അവിടെ 25 കിടപ്പുണ്ടേ. 25 കിടപ്പുണ്ട്. ടേബിൾ കൗണ്ട് ചെയ്തപ്പം 21 വന്നുള്ളൂ. അപ്പോൾ എത്ര കൂടുതലുണ്ട് അവിടെ? 4 വ്യത്യാസം. ആ 4 നമ്മൾ കാണിച്ചു കേട്ടോ. അപ്പോൾ 4 അവിടെ കാണിച്ചു. പഴയ പോലെയൊക്കെ തന്നെ 1 അവിടെയുണ്ട്. 4 ഇപ്പുറത്തൂടെ വന്നു കഴിഞ്ഞാൽ 41 എടുക്കണം. 41-ൽ എത്ര പ്രാവശ്യമുണ്ട്? 5 തവണ. 7 5 35. 6 ആകുമ്പോൾ എത്ര വരും? 42 വരും. 42 അവിടെ ഇല്ല. അപ്പോൾ 5 തവണയേ ഉള്ളൂ. 7 5 35. ശ്രദ്ധിച്ചോ നിങ്ങൾ? അവിടെ 41 കിടപ്പുണ്ട്. കൗണ്ട് ചെയ്തപ്പോൾ 35 വന്നുള്ളൂ. മിച്ചം എത്രയുണ്ട്? 6 മിച്ചമുണ്ട് അല്ലേ? 6 നമ്മളവിടെ കാണിച്ചു. 67 എന്നാണ്. 67-ൽ എത്ര പ്രാവശ്യമുണ്ട്? 9 പ്രാവശ്യമുണ്ട്. 9 7 എത്രയാണ്? 63 ആണ്. 67 അവിടെ കിടപ്പുണ്ട്. നമ്മൾ കൗണ്ട് ചെയ്തപ്പം 63 വരെ വന്നു. മിച്ചം എത്രയുണ്ട്? 4 തവണ അല്ലേ? 4 മിച്ചമുണ്ട്. ആ 4 അവിടെ വരുമ്പോൾ 4 3 കൂടെ 43 എടുക്കണ്ടേ? 43-ൽ എത്ര പ്രാവശ്യമുണ്ട്? 6 തവണ അല്ലേ? എത്ര? 7 6 42. അവിടെ 43 ഉണ്ട്. ഒരു 1 മിച്ചമില്ലേ? ആ 1 അവിടെ വരുമ്പോൾ എത്രയായിട്ട് മാറി? 14 എന്നായില്ലേ? 14 എത്ര പ്രാവശ്യമുണ്ട്? 7 2 തവണ. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായി? 3 5 9 6 2.
ഓക്കെ. അടുത്ത ചോദ്യം 7,9,0,3,175 ഡിവൈഡഡ് ബൈ 7. നമുക്ക് ആ ചോദ്യം കൊണ്ട് എഴുതിയിടാം. 7,9,0,3,175 ഡിവൈഡഡ് ബൈ 7. പഴയപോലെ 7ൻ്റെ ടേബിൾ ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. അതൊന്ന് നിങ്ങൾക്ക് ഇടയ്ക്ക് നോക്കണമെങ്കിൽ ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടാണിത് അതിൻ്റെ ടേബിളൊക്കെ സൈഡിൽ കാണിക്കുന്നത്. നമുക്കിനി 7ൻ്റെ തുടങ്ങാം. താഴെ 7ൻ്റെ ടേബിൾ ആകുമ്പോൾ 7 ഒരു തവണ, 1 ആയതുകൊണ്ട് കാണിക്കുന്നില്ല. മുകളിൽ 7 അടങ്ങും ഒരു തവണ അല്ലേ? 7 അപ്പോൾ എത്ര? 1 കാണിക്കണം. മിച്ചമൊന്നുമില്ലല്ലോ, കാര്യം അവിടെ 7 7 അവിടെ 7, പിന്നെ മിച്ചമൊന്നുമില്ല. ഇനി അടുത്ത ആരാണ്? 9 എടുക്കണം. 9ലും എത്ര തവണ അടങ്ങുള്ളൂ? ഒരു തവണ അടങ്ങുള്ളൂ. 7 തന്നെയാണ്. അവിടെ 9 ടേബിളിൽ ചെല്ലുമ്പോൾ 7 വരുന്നുള്ളൂ. മിച്ചം എത്രയുണ്ട്? 2 അല്ലേ? ആ 2 സൈഡിൽ കാണിക്കണം. ആ 2ഉം 0 കൂടെ ചേർത്ത് എത്ര പറയാം? 20 എന്ന് നമുക്ക് പറയാം. 20 എത്ര പ്രാവശ്യമുണ്ട്? 7 2 തവണ. 3 തവണ പറ്റില്ല. 3 തവണ ആകുമ്പോൾ 21 ആയിപ്പോയി. 21 അവിടെ ഇല്ലല്ലോ. അപ്പം 2 തവണ അല്ലേ? 2 7 എത്രയാണ്? 14. 14 അവിടെ 20 അപ്പം മിച്ചം എത്ര വരും? 6 മിച്ചമുണ്ട് അല്ലേ? 6 മിച്ചം എന്ന് മനസ്സിലായല്ലോ അല്ലേ? എങ്ങനെയാണ്? അവിടെ 20 നമ്മൾ പറഞ്ഞു, 20 അവിടെ കിടപ്പുണ്ട്. നമ്മൾ ടേബിൾ കൗണ്ട് ചെയ്തപ്പോൾ 14 വന്നിട്ടുള്ളൂ. അപ്പം മിച്ചം എത്രയുണ്ട് അവിടെ? 6. ആ 6 ഞാൻ സൈഡിൽ കാണിച്ചത്. ഇനി 6 3 കൂടെ 63 എടുക്കണം. 63 എത്രയാണ്? കറക്റ്റായിട്ട് 9 തവണയുണ്ട്. 9 7 63. മിച്ചമൊന്നുമില്ല. കാരണം 9 7 63 അവിടെ 63 ഉള്ളൂ. അപ്പോൾ മിച്ചമൊന്നുമില്ല. ഇനി ആരെടുക്കണം? 1 എടുക്കണം. 1 അടങ്ങുമോ? ഇല്ല. 7നേക്കാൾ ചെറുതാണ് 1, അടങ്ങത്തില്ല. അപ്പം നമ്മൾ 0 ഇട്ട് കൊടുക്കണം. 0 ഇട്ട് കൊടുത്തിട്ട് പിന്നെ അടുത്ത പരിപാടി എങ്ങനെയാണ്? ആ 1ഉം തൊട്ടടുത്തുള്ള 7 ആ 2ഉം കൂടെ ചേർത്തെടുക്കണം. 17 എത്ര പ്രാവശ്യമുണ്ട്? 2 തവണയുണ്ട്. 7 2 14. മിച്ചം എത്രയുണ്ട്? 17 ഇവിടെയുണ്ട്. ടേബിൾ 14 വന്നുള്ളൂ. മിച്ചം ഒരു 3 ഉണ്ടല്ലേ? 3 5 കൂടെ എത്ര എടുക്കാം? 35 എടുക്കാം. 35ൽ 7 എത്ര പ്രാവശ്യമുണ്ട്? 5 തവണയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസറായി. നമ്മുടെ ആൻസർ എത്രയാണ്? 11,29,025 എന്നാണ് ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം 6,6,5,9,3,8 ഡിവൈഡഡ് ബൈ 7. ഞാൻ ചോദ്യം ഒന്നുകൂടെ എഴുതിയിടുന്നു. 6,6,5,9,3,8 ഡിവൈഡഡ് ബൈ എത്ര? 7. 7 ആയതുകൊണ്ട് 7ൻ്റെ ടേബിൾ ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ വെറുതെ ഒന്ന് പ്രസൻറ്റ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഞാൻ സംശയം ഉണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ നമുക്ക് വെട്ടാം. താഴെയുള്ള 7 വെട്ടുന്നു. 7 ഒരു തവണ. 1 ആയതുകൊണ്ട് നമ്മൾ കാണിക്കേണ്ടെന്ന് പറഞ്ഞു. മുകളിൽ നമ്മൾ ആദ്യം 6 എടുക്കുന്നു. 6ൽ അടങ്ങുമോ? ഇല്ല. 7നേക്കാൾ ചെറുതാണ്, അതുകൊണ്ട് അടങ്ങില്ല. അതുകൊണ്ട് 0 കാണിക്കണോ? വേണ്ട. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഒരക്കമോ 2 അക്കമോ എത്ര വേണേലും ഒരുമിച്ചെടുക്കാം. അപ്പം ഞാൻ ആദ്യത്തെ 6 പറ്റാത്തതുകൊണ്ട് അടുത്ത 6 കൂടെ ചേർത്ത് 66 എടുത്തു. 66ൽ എത്ര പ്രാവശ്യമുണ്ട്? 9 തവണയുണ്ട്. 9 7 63 എന്നാണ്. അവിടെ 66 ഉണ്ട്. നമ്മൾ ടേബിൾ കൗണ്ട് ചെയ്തപ്പോൾ 63 വന്നുള്ളൂ. അപ്പം മിച്ചം എത്രയുണ്ട്? 3 ഉണ്ടല്ലേ? ആ 3 ഞാൻ അവിടെ കാണിച്ചത് 35. 35ൽ എത്ര പ്രാവശ്യമുണ്ട്? 7 7 5 35. മിച്ചമൊന്നുമില്ലല്ലോ, കാര്യം 35 അവിടെയുണ്ട്. ടേബിൾ കൗണ്ട് ചെയ്യുമ്പോഴും 7 5 35 തന്നെ വന്നു. അതുകൊണ്ട് മിച്ചമൊന്നുമില്ല. അപ്പം നമുക്ക് 9 എടുക്കാം. 9ൽ എത്ര പ്രാവശ്യമുണ്ട്? ഒരു തവണ. കാര്യം 7 7 2 7 ആണെങ്കിൽ 14. 7 14. 7 2 14 ആണ്. അവിടെ ഇല്ല. അപ്പോൾ ഒരു തവണ പറ്റുള്ളൂ അല്ലേ? അവിടെ 9 ഉണ്ട്. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും 9 അവിടെ കിടപ്പുണ്ട്. നമ്മൾ ടേബിൾ ചെല്ലുമ്പോൾ എത്ര വരുന്നുള്ളൂ? 7 7 വരുന്നുള്ളൂ. മിച്ചം എത്രയുണ്ട്? 2. ആ 2 നമ്മളവിടെ കാണിച്ചു. 2 3 23 എന്ന് എടുക്കണം. 23ൽ എത്ര പ്രാവശ്യമുണ്ട്? 3 തവണ അല്ലേ? 7 3
21 എന്നാണ്. അവിടെ 23 അപ്പോൾ ഒരു 2 മിച്ചമില്ലേ? ആ 2 കാണിക്കുക. 2 8 കൂടെ എത്ര? 28 എന്ന് എടുക്കണ്ടേ? 28 എത്ര പ്രാവശ്യമുണ്ട്? 4 തവണയുണ്ട്. 7 4 28 എന്നാണ്. മിച്ചം എത്രയുണ്ട്? അപ്പോൾ ആൻസർ എത്രയാണ്? 9 5 1 3 4 എന്ന് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, നമ്മളപ്പോൾ ഇന്നത്തെ വർക്കുകളൊക്കെ നമ്മൾ കഴിഞ്ഞു. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന 2 3 5 7 ഇതൊക്കെ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അടുത്ത നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ PSC ക്ലാസ്സിൽ നമുക്ക് സാധാരണ വരുന്ന ഡിവിഷനാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് മനസ്സിൽ വെച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിനായിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഞാൻ കാണിക്കുന്നുണ്ട്. ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത് അറിഞ്ഞാലേ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മളിപ്പോൾ ഒരു വലിയ സംഖ്യ 24 കൊണ്ടും 15 കൊണ്ടും 32 കൊണ്ടും 45 കൊണ്ടൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 2 3 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യുന്നു. അത് തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഇത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസാണ് ഞാനിപ്പോൾ ഇടുന്നത്. അപ്പോൾ നമ്മുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2 3 4 1 4 7 5 6 ഡിവൈഡഡ് ബൈ 2. അടുത്ത ക്വസ്റ്റ്യൻ 1 1 8 1 9 6 4 ഡിവൈഡഡ് ബൈ 2. അടുത്ത ക്വസ്റ്റ്യൻ 5 5 2 0 2 4 6 ഡിവൈഡഡ് ബൈ 2. ഡിവൈഡഡ് ബൈ 3. അടുത്തത് 7 3 5 4 2 6 7 8 ഡിവൈഡഡ് ബൈ 3. അടുത്തത് 5 1 0 1 5 2 0 2 5 ഡിവൈഡഡ് ബൈ 5. അടുത്ത ക്വസ്റ്റ്യൻ 7 8 2 3 4 5 1 0 ഡിവൈഡഡ് ബൈ 5. അടുത്ത ക്വസ്റ്റ്യൻ 2 3 3 8 4 0 6 ഡിവൈഡഡ് ബൈ 7. അടുത്ത ക്വസ്റ്റ്യൻ 4 1 3 6 0 7 3 9 ഡിവൈഡഡ് ബൈ 7. ഇനി പറയാൻ പോകുന്നതെല്ലാം നമ്മൾ പഠിക്കാത്തതെന്ന് വിചാരിക്കേണ്ട. നമ്മൾ ഈ ചെയ്ത 2 3 5 7 ഒക്കെ ചെയ്ത പോലെ തന്നെയാണ് എല്ലാം. ഇപ്പോൾ 4 കൊണ്ടാണെങ്കിലും 6 കൊണ്ടാണെങ്കിലും 11 കൊണ്ടാണെങ്കിലും ഒക്കെ നമ്മൾ ഈ ചെയ്ത സെയിം മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിയമങ്ങൾക്കൊന്നും വ്യത്യാസമില്ല. അപ്പോൾ നമ്മൾ അടുത്ത് നമ്മൾ ചെയ്യുന്നത് 6 കൊണ്ടും 9 കൊണ്ടുമാണ്. 22 20 17 34 ഡിവൈഡഡ് ബൈ 6. അത് കഴിഞ്ഞാൽ 9 കൊണ്ടാണ്. 7 2 3 9 6 5 4 ഡിവൈഡഡ് ബൈ 9. ഇതിൻ്റെയൊക്കെ ആൻസർ ഞാൻ നിങ്ങളുടെ ഇതിൻ്റെ ഒപ്പം തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. അതിൻ്റെ ആൻസേഴ്സ്, ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെ ആൻസേഴ്സ് ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കൊള്ളാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആൻസേഴ്സ്. നിങ്ങളെല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത് മാക്സിമം ഇത് ചെയ്ത് പഠിച്ചാൽ മാത്രമേ അടുത്ത സെക്ഷൻ അല്പം നല്ല സെക്ഷനാണ്. അതിൽ കുറേ അധികം ക്വസ്റ്റ്യൻസ് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ ഇടുന്നുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ അടുത്ത സെക്ഷനോട്ട് കയറാൻ. ഇത് നല്ലതുപോലെ വാച്ച് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. വെറുതെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ എഴുതരുത്. നല്ലതുപോലെ വാച്ച് ചെയ്യണം. നോക്കി മനസ്സിലാക്കി പേപ്പറിൽ എഴുതി പഠിച്ച ശേഷം അടുത്ത സെക്ഷനോട്ട് വരാം. ഓക്കെ, ബൈ.